ഒരിക്കലും മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവുമല്ല ഞാൻ. ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ട് എൻ്റെ 5 പേരെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് മാപ്പ് കൊടുക്കാൻ ഞാൻ ഒരിക്കലും അറിയാനുമല്ല, മാപ്പ് കൊടുക്കത്തുമില്ല. എൻ്റെ മോൻ്റെ കവറാണിത്, എൻ്റെ കൊച്ചുമോൻ്റെ കവറാണ്. അവൻ തന്നെ വളർത്തി, അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാന്റെ ഫാദർ റഹീമിന്റെ ഒരു പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഇപ്പം 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ ഈ അഫാന്റെ ഉമ്മയുടെയും അതുപോലെ അഫാന്റെ ഫാദറിന്റെയും കുറെ ഇന്റർവ്യൂസ് എല്ലാ ചാനലിനകത്തും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 1 അല്ല 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവില് ഇവര് താമസിച്ചുകൊണ്ടിരുന്ന അഫാന്റെ ഉമ്മയും അതുപോലെ അഫാനും അവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇപ്പം പോലീസ് സീൽ ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങോട്ട് ആർക്കും പോയി പ്രവേശിക്കാനോ അല്ലെങ്കിൽ പ്രവേശിച്ചാൽ തന്നെ അവിടെ താമസിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇവർക്ക് കാണത്തില്ല. അഫാന്റെ ഫാദറിനോ അല്ലെങ്കിൽ അഫാന്റെ ഉമ്മ ക്ഷമിക്കോ കാണത്തില്ല. ഓക്കെ, അപ്പം അഫാന്റെ ഫാദർ ഇവരെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പം അഫാന്റെ ഫാദർ താമസിക്കുന്നത്, കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. അഫാന്റെ ഉമ്മുമ്മ മരണപ്പെട്ട വീട്ടിലാണ് ഇപ്പം റഹീം താമസിക്കുന്നത്. പുള്ളിയുടെ കാര്യം വളരെ കഷ്ടമാണ്. കഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പം ഈ കേസും കാര്യങ്ങളുമായിട്ട് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന പോലെ പുള്ളിക്ക് ജോലിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോകാൻ സാധിക്കുന്നില്ല. അതുപോലെ ഈ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എവിടെ ഇറങ്ങിയാലും ഇതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും ചാനലുകാരും ഇവരെല്ലാം ഈ പുള്ളിയെ ഫോളോ ചെയ്യുന്നൊരു സമയമാണ്. അപ്പം മാനസികമായിട്ട് ഈ പുള്ളിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്, നിലവിലുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ ഇത്രയും നാളും കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ പറയുന്ന സമ്പാദ്യങ്ങളെല്ലാം അഫാനും അഫാന്റെ ഉമ്മായും കൂടെ അടിച്ചേർപ്പിച്ച് ദൂർത്തടിച്ച് കളഞ്ഞിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ഇല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളി നാട്ടിലേക്ക് ഇപ്പം വന്നിട്ടുള്ളത്. അഫാന്റെ ഫാദർ റഹീമിന്റെ പുതിയൊരു ഇന്റർവ്യൂ ഒരു ചാനലിനകത്ത് ഞാൻ കാണാനിടയുണ്ടായി. അപ്പം അതിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പുള്ളി ആ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം എന്തായാലും പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ അഫാനെ പറ്റിയിട്ടൊരു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മനസ്സിൽ തട്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം പുള്ളി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അദ്ദേഹം മാനസികമായി ഒരുപാട് തകർന്ന്, സാമ്പത്തികമായി ഒരുപാട് തകർന്ന്, ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മാത്രം സംരക്ഷണത്തിൽ ഇന്ന് ഈ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ്. ഞങ്ങൾ 11 പേര് ജനിച്ചു വളർന്ന വീടാണ് ഇത്. പണ്ടത്തെ കുടുംബ വീടാണ് ഞങ്ങളുടെ കുടുംബ വീട്. ഞങ്ങളുടെ കുടുംബ വീടാണ് ഈ കാണുന്നത്. ശരി, എവിടെ ഇപ്പൊ താമസിക്കുന്നത്? അവിടെയാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. നമ്മുടെ ഉമ്മയും അവസാനം മരണപ്പെട്ട വീട് ഇത് തന്നെയാണ്. ഈ വീട്ടിലാണ് മരണപ്പെട്ടത്. ഇപ്പൊ വന്ന നാൾ മുതൽ ഇപ്പൊ ഇവിടെയാണ് ഉള്ളത്. വേറെ അങ്ങ് കിടക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണ കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ സഹോദരങ്ങൾ തരുന്നുണ്ട്. 24 വർഷത്തോളം കല്ലറ പാങ്ങോട് റഹീമിന്റെ ഉമ്മാടെ വീട്ടിലാണ് ഇപ്പം റഹീം താമസിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവരെ കുടുംബ വീട്, അത്രയും മക്കളും അവരെല്ലാം കൂടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബ വീടാണ്. അവിടെ വെച്ചാണ് ഈ അഫാൻ അഫാന്റെ ഉമ്മുമായ തലക്കടിച്ച് ഈ ക്രൂരമായിട്ട് കൊല്ലുന്നതും അവിടെ കിടന്നാണ് മരിക്കുന്നതും. ആ വീട്ടിലാണ് ഇപ്പം റഹീം താമസിക്കുന്നത്. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ അവര് ബന്ധുക്കളും ആൾക്കാരൊക്കെ കൊണ്ടു കൊടുക്കുമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അഫാൻ എന്ന ആ നാറി കാണിച്ചു കൂട്ടിയതെല്ലാം ഇപ്പൊ അനുഭവിക്കുന്നത് ഈ ഒരു മനുഷ്യനാണ്. കാരണം ഇയാള് ഈ ഗൾഫിൽ പോയി അവിടെ പുള്ളിക്ക് സ്പെയർ പാർട്സിന് എന്തൊക്കെയോ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പൊ അവിടെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അത് കൊറോണ സമയത്ത് അത് പൂട്ടുന്നു, അത് ബിസിനസ് എല്ലാം പൊട്ടി പാളീസാവുന്നു. പിന്നെ അവിടെ നിന്ന് കടം തീർക്കാതെ പുള്ളിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ പുള്ളി അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ കുറെ പൈസകളൊക്കെ അയച്ചു കൊടുത്ത് കടങ്ങളൊക്കെ തീർത്തെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളെ വീണ്ടും ഒരു കുഴിയിലോട്ടാണ് ഈ അഫാൻ എന്ന് പറയുന്ന ഈ നാറി കൊണ്ട് ഇയാളെ തള്ളിയത്. കാരണം അത്രയും ഇതിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളെ വീണ്ടും മാനസികമായിട്ട് തകർത്തു പുള്ളിയെ വീണ്ടും നാരായണ കല്ലടിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയും. ഇപ്പം പുള്ളിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയൊരു അവസ്ഥയിലാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം പുള്ളി ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കടങ്ങള് കാര്യങ്ങള് എന്ത് ചെയ്യുമെന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി. ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം കൂടപ്പിറപ്പുകൾ പോയി, മക്കള് പോയി, ഇവരെല്ലാരെയും കൊന്നു കളഞ്ഞു. എന്നിട്ട് ഈ പറയുന്ന സ്വന്തം ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട സ്വന്തം ഭാര്യ പോലും ഇങ്ങനെ ചെയ്തെന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ ഈ പുള്ളി ഈ TV ചാനലിലൊക്കെ മുമ്പിൽ വന്ന് ഉണ്ടെങ്കിലും പുള്ളിയുടെ മനസ്സിൽ മാനസികമായിട്ട് ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും കാണും. കാരണം വൈഫ് എന്ന ഒരു വ്യക്തി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും
കൂട്ടു നിൽക്കുന്നതും. അപ്പം മാനസികമായിട്ട് പുള്ളിക്ക് ആ ഒരു വിഷമവും കാണും. കാരണം അവരെ ഫേസ് കാണും തോറും പുള്ളിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. പുള്ളി വീണ്ടും വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി കടന്നു പോയിക്കൊണ്ടിരുന്നത്. പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ചാനലുകാരും അവരും ഇവരും ചപ്പൻ ചവർ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദ്യങ്ങളും അങ്ങനെ ഒരുപാട് ഇത് പുള്ളി ഇതുപോലെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പുള്ളി ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി കുടുംബ വീട്ടിൽ പോയി നിൽക്കുന്നത്. വേറെ വഴിയില്ല. കാരണം ഇവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ പോലീസ് ഇതൊക്കെ സീൽ ചെയ്ത് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ ആർക്കും പ്രവേശനമില്ല. ഇനി പ്രവേശനം ഉണ്ടെങ്കിൽ തന്നെ അവിടെ പോയി മനസ്സമാധാനമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. കാരണം സ്വന്തം ഇളയ മകൻ, സ്വന്തം മകനെയും അതുപോലെ ഇതുമായിട്ട് ബന്ധം പോലും ഇല്ലാത്തൊരു പെൺകൊച്ചിനെയും അവരെയൊക്കെ മൃഗീയമായിട്ട് കൊന്നിട്ടുള്ളൊരു വീടാണ്. അവിടെ ഇനി ഒരു കാലത്തും അവർക്ക് സമാധാനത്തോടെ ആ വീട്ടിൽ കഴിയാൻ സാധിക്കത്തില്ല. അതൊക്കെ വിറ്റുപറക്കി കൊടുക്കാനേ സാധിക്കത്തുള്ളൂ. ഇനി ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് ആരും പേടിക്കാൻ കൂട്ടാക്കുക. കാരണം മലയാളികൾ, കേരളക്കാരെ മൊത്തം അറിഞ്ഞൊരു സംഭവം. ആ വീടും വസ്തു ആര് വന്ന് പേടിക്കാനാ? മനുഷ്യരായിട്ടുള്ള ആരെങ്കിലൊക്കെ അത് വന്ന് പേടിക്കും? ഇല്ല. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആരെങ്കിലൊക്കെ വന്ന് മേടിച്ച് സഹായിച്ചാലായി. ഈ പറയുന്ന പോലെ നാളെ ഒരു സമയത്ത് അവിടെ വേറെ ആരെങ്കിലും വന്ന് മേടിച്ച് ഒരു മനസ്സമാധാനമായിട്ട് അവരെങ്ങനെ താമസിക്കും വേറൊരാളാണെങ്കിൽ തന്നെ? കാരണം രണ്ടുപേരെ മൃഗീയമായിട്ട് കൊന്നൊരു വീടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിൽക്കുവാണ് ഈ റഹീമിന്റെ കാര്യത്തില്. കാരണം ജയിലിൽ പോയാന്നല്ല ഒന്നും അറിയുന്നത്. അവൻ അവിടെ ചെന്ന് വിശാലമായിട്ട് ഫുഡ് അടിച്ച് സുഖസുന്ദരമായിട്ട് ജയിലില് ജീവിതമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇവനെ കാരണം നാരായണക്കല്ലെടുത്തത് റഹീമാണ്. ഇപ്പം ഇവന്റെ ഫാദർ റഹീമാണ് ഇപ്പം. അപ്പൊ പുള്ളി എന്തായാലും അവനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയേണ്ടെന്ന് നോക്കാം. ഇപ്പൊ ജീവിക്കേണ്ട ഒരു കാര്യം വന്നത് എന്തോന്നാണ്? അല്ല, എന്റെ കയ്യിൽ 1 രൂപ പോലും 24 വർഷത്തോളം നമ്മൾ ഗൾഫിൽ ജീവിതം നയിച്ച ഇക്കയുടെ കയ്യിൽ ഒരു ബാലൻസ് പോലും ഇല്ല. ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ ജീവിക്കേണ്ട ഒരു കാര്യം വന്നത് എന്തോന്നാണ്? അല്ല, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ബാലൻസ് ഇല്ല. നമ്മൾ ഗൾഫിൽ പോയി 24 വർഷം കഷ്ടപ്പെട്ടു. നമുക്കിവിടെ എനിക്ക് കുടുംബമായിട്ട്, നമുക്ക് ആണുങ്ങൾ 5 പേരുണ്ട്. അവർക്ക് ആർക്കും കുടുംബമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്. ഈ പറഞ്ഞ വീടും കാര്യങ്ങളൊക്കെ അതെ, ഉണ്ടാക്കിയെടുത്തത് ഗൾഫ് ജീവിതത്തിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ നമ്മളെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ഉണ്ടല്ലോ, ആ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് 10, 20, 25 അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ അന്നത്തെ കാലത്ത് ഫോണും അതുപോലെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് അത്രയും വർഷം പോയി കഷ്ടപ്പെട്ട് നിന്നിട്ടുള്ള ഒരാളെ വേദന നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയ സമ്പാദ്യവും ഇല്ല, കുടുംബവും ഇല്ല, മക്കളും ഇല്ല, ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ ആ ഒരു വേദന പക്ഷേ ആ ഫേസിലും അയാൾ പറയുന്ന വാക്കുകളിലും ഉണ്ട്. ഇത്രയും കൊല്ലം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് 5, 6 മക്കളെങ്ങാണ്ട് അവര്. അപ്പം ആർക്കും കുടുംബപരമായിട്ട് സ്വത്തുക്കളും പാരമ്പര്യം ഒന്നുമില്ല. എല്ലാം പുള്ളി ആ വീടാണെങ്കിലും അവിടെ ഗൾഫിൽ പോയി നിന്നിട്ടുണ്ടാക്കിയ വീടാണ്. ഇപ്പം ഗൾഫിൽ പോയി അന്നത്തെ കാലത്ത് പോയി നിന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവിടുത്തെ കഷ്ടപ്പാടുകളും. അറബിയുടെ അവരെ ഇവരെയും ആട്ടും തുപ്പും ഇതും കൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും തുച്ഛമായിട്ട് കിട്ടുന്ന ശമ്പളവും കൊണ്ടിട്ട് അവര് മനസ്സമാധാനമായിട്ട് ഉറങ്ങാതെ അതുപോലെ സമയത്ത് കഴിക്കാതെ ഈ പൈസകളെല്ലാം സേവ് ചെയ്ത് വെച്ച് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ അവര് അവരെ മനസ്സിലെന്നും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടിൽ ഈ പൈസ കൊണ്ടിട്ട് കടങ്ങൾ തീർക്കുവാണ്, അവരെ കാര്യങ്ങൾ വീട് വെക്കുവാണ്, അവരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്. ഓരോ പ്രവാസികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, ആ രീതിയിലാണ് കഷ്ടപ്പെടുന്നത്. എത്രയോ ആൾക്കാർ ഇപ്പോഴും അവിടെ പന കയറുന്നുണ്ട്. അതുപോലെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവിടെ പോയി തറ വരെ തുടയ്ക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. പുറത്തെ റോഡ് ക്ലീനിങ് അതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഒരുപാട് മലയാളികൾ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രതീക്ഷയോടുകൂടി അവിടെ നിന്ന് പ്രതീക്ഷയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഈ അഫാന്റെ ഉമ്മയെയും അതുപോലെ അഫാനെ ഏൽപ്പിച്ചിട്ട് പുള്ളി ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് പുള്ളി അവിടെ നിന്നിരുന്നത്. അവസാനം ഒരു രാത്രി കടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് പുള്ളിക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരു ഫീലിയാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിച്ച് കഴിയുമ്പോഴേ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടെ കയ്യിൽ ഇപ്പം 1 രൂപ പോലും എടുക്കാനില്ല. പക്ഷെ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത പുള്ളിക്കാരൻ പുള്ളിയെ സഹായിക്കാനൊക്കെ കൊണ്ട് അതിനകത്ത് ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പുള്ളിയെ സഹായിക്കുക. കാരണം പുള്ളിയുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അപ്പം എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ
കൊടുത്ത് സഹായിക്കുന്നവർക്ക് സഹായിക്കാം, അല്ലാത്തവർക്ക് സഹായിക്കാതിരിക്കാം. എന്തായാലും എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കുക. വീഡിയോയിൽ പുള്ളിയുടെ ഇതുപോലെ ഗൂഗിൾ പേ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം 5, 10, 100 നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും സഹായിക്കുക. കാരണം പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. ഇപ്പം ജോലിക്കും കാര്യങ്ങൾക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലൊക്കെ എത്തിക്കുക. അപ്പം ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കട്ടെ. അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ആയാലും ആ വീഡിയോ ആയാലും ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഞാൻ 24 വർഷം നമ്മൾ കഷ്ടപ്പെട്ടതിന് യാതൊരു ഫലമില്ലാതെ തീരുക ഈ ഒരു അവസ്ഥ. അതെ, യാതൊരു ഫലം ഇല്ലാതായിപ്പോയി. 24 വർഷം വെറുതെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. നശിപ്പിച്ച് കളഞ്ഞു. അതാണ് ഞാൻ 24 വർഷം കഷ്ടപ്പെട്ടിട്ടും എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ബാങ്ക് ബാലൻസ് 0 ബാലൻസ് ആണ്. 1 രൂപ പോലും ഇല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വലിയൊരു തുക, ഒരു 35-40 ലക്ഷത്തോളം രൂപ കടമായിട്ടിപ്പോ ഉണ്ട്. ഞാൻ അറിയാതെ ഉണ്ടായ കടങ്ങൾ 35-40 ലക്ഷത്തോളം രൂപ കടം അവരുണ്ടാക്കി വെച്ച കടങ്ങളുണ്ട്. അതിന് എങ്ങനെ തീർക്കും, എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഒരു എത്തുമ്പിടില്ലാത്ത അവസ്ഥയിലാണ്. 1 രൂപ പോലും പുള്ളിയുടെ എടുക്കാനില്ല. ഇത്രയും വർഷം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയെന്നാണ് പുള്ളി പറയുന്നത്. ശരിയാണ്, വെറുതെയാണ്. ഒരു രാത്രി കൊണ്ട് ഇത്രയും വർഷത്തെ കഷ്ടപ്പാടാണ്. ആ സത്യം പറഞ്ഞാൽ അവൻ എന്താ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. ആ നാറി അവൻ കാരണം ഈ 24 വർഷത്തെ പുള്ളിയുടെ കഷ്ടപ്പാടാണ് ഒരു രാത്രി കൊണ്ട് ഇവൻ നശിപ്പിച്ചു കളഞ്ഞത്. ഇപ്പം കഴിഞ്ഞ 2-4 ദിവസത്തിന് മുമ്പേ അഫാന്റെ ഉമ്മ ചാനലുകാരോട് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 25 ലക്ഷത്തിന്റെ കടമേ ഉള്ളെന്നാണ്. അഫാന്റെ ഫാദർ പറയുന്നത് 30-35 ലക്ഷത്തിന്റെ കടങ്ങളാണ് ഇപ്പം അവർ വരുത്തി വെച്ചേക്കുന്നതാണ്. ഈ കടങ്ങളൊക്കെ എവിടെ കൊണ്ട് അവസാനിക്കുക, എങ്ങനെ അയാൾ തീർക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇപ്പം ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ, ഈ കടങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കടങ്ങൾ പുള്ളിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് കൊടുക്കുക. അതിന് എന്തെങ്കിലും സമയപരിധി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുക. കാരണം പുള്ളി ഇതിൽ യാതൊരു ബന്ധമില്ലാതെയാണ് പുള്ളിയെ ഇതിലേക്ക് പിടിച്ചിട്ടതും വലിച്ചിട്ടതും. ഇതിന്റെ എല്ലാം ബാധ്യത പുള്ളിയുടെ തലയിലാണ് കയറിയിരിക്കുന്നത്. ഇതൊക്കെ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചാനലുകാരും അവരെ പാട്ടിന് പോയി. ഇപ്പം ചാനലുകാരെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് നടക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകാർ ഇവരെ പോയി ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം വീണ്ടും ഈ കാര്യങ്ങൾ ഈ മനുഷ്യനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് മാനസികമായിട്ട് അത് ബുദ്ധിമുട്ട് ഉണ്ടാവത്തേ ഉള്ളൂ. പിന്നെ പുള്ളിയെ സഹായിക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാം. പുള്ളിയെ പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് സഹായിക്കാം. ഈ നിരന്തരമായിട്ടുള്ള ചാനലുകാരുടെ ഇന്റർവ്യൂസും വീഡിയോസും കുത്തിയുള്ള ചോദ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പുള്ളിയെ വീണ്ടും മാനസികമായിട്ട് തളർത്തത്തേ ഉള്ളൂ. കാരണം ഇത്രയും ഒരു അവസ്ഥയിലിരിക്കുന്ന കുടുംബവും കുട്ടികളും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ആകെ പെണ്ണുമ്പിള്ള ഒരാളുണ്ട്, അതാണെങ്കിൽ മകന് വേണ്ടി വീണ്ടും വാദിക്കാൻ നടക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു നാളെ ഈ പുള്ളിയും ചവിട്ടി പുറത്താക്കും. നാളെ ഈ പറയുന്ന അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നാളെ ഇയാളെ ചവിട്ടി പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു വീടൊക്കെ വെച്ചു കൊടുക്കുന്നെന്ന് പറയുന്നിട്ട് അങ്ങനെ ഒരു വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ ഉറപ്പായിട്ടും ചവിട്ടി പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പം 24 ശ്രീകണ്ഠൻ നായരാണ് പറഞ്ഞിട്ടുള്ളൊരു വീടൊക്കെ വെച്ചു കൊടുക്കാന്ന്. അപ്പം പുള്ളിക്കായിട്ട് വെച്ചു കൊടുക്കുന്നതിൽ അതിലൊരു അർഹതയുണ്ട്. കാരണം പുള്ളിക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പം അവരുടെ ഇന്റർവ്യൂവിനകത്ത് 24 ന്യൂസിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാന്റെ ഉമ്മ ആദ്യം ഇവരെങ്ങനെയെങ്കിലും എൻ്റെ മോനെ പുറത്തിറക്കണം, രക്ഷിക്കണമെന്ന്. നാളെ പുറത്തു വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വീട്ടിൽ അവനെ പിടിച്ചോണ്ട് പോയി ഈ ഉമ്മ താമസിക്കും, ഉറപ്പാണ്. ഇത്രയും പിന്നെ ഈ ചാനലുകാരും അതുപോലെ പൊതുജനങ്ങളും ഇവർക്കെതിരെ തിരിഞ്ഞെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവർ റൂട്ട് മാറ്റി ഇവർ സംസാരിച്ചിട്ടുള്ളത്. പിന്നെയാണ് ഇവർ കുറ്റം സമ്മതിച്ചതെന്ന് വെച്ചാൽ ഷാള് മാത്രം കഴുത്തിലിട്ട് മുറിക്കുന്നു മാത്രമേ ഇവർ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. കാരണം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മകൻ കുറച്ചുകൂടെ കാലം കൂടെ ജയിലിൽ കിടക്കുമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാത്തത്. എന്നാലും ബാക്കിയും കൂടെ നമുക്ക് കേട്ടു നോക്കാം. കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും ശിഷ്ടകാലം ഈമാനോട് കൂടി ജീവിച്ച് മരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഒരവസരമാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിത്യം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി എങ്ങനെയെങ്കിലും ശിഷ്ടകാലം ഈമാനോട് കൂടി ജീവിച്ച് മരിക്കുക എന്നുള്ളത് ഇപ്പം കഴിഞ്ഞു പോകണം. അപ്പം ഇനിയും ഇപ്പോൾ ഇക്കയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ആ ഒരു സീറോയിലോട്ട് പോയി. ഇനി ഒന്നേന്ന് തുടങ്ങണം, അവർ വരുത്തി വെച്ച കടങ്ങൾ തീർക്കണം. സ്വന്തമായിട്ട്, അതായത് അത്രത്തോളം തകർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കുടുംബമില്ല,
എന്ത് നല്ലൊരു മനുഷ്യനാണ്. പുള്ളി പറഞ്ഞ കേട്ടല്ലോ, ശിഷ്ടകാലം ഈമാനോടുകൂടി ജീവിച്ച് മരിക്കണമെന്ന്. കാരണം നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു, ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പുള്ളി ഇപ്പോഴും ഇതുപോലെ ആത്മഹത്യയൊന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ പുള്ളിയുടെ ആ ഒരു മനസ്സിന്റെ ശക്തി എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്രയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് അതിലും മേലെ കടങ്ങൾ വീണ്ടും തലയിലിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവരെ കടങ്ങൾ പുള്ളി ഇവരെ ഇപ്പം അഫാന്റെ ഉമ്മായും അഫാനും ചേർന്ന് ഉണ്ടാക്കി വെച്ച കടങ്ങൾ അവര് തന്നെ വീട്ടണം, അതാണ് വേണ്ടത്. അവരെ തലയിൽ തന്നെ കെട്ടിവെക്കണം. അഫാന്റെ ഉമ്മ ഇപ്പൊ ഉണ്ടല്ലോ, അവര് വീട്ടണം, അതാണ് വേണ്ടത്. എവിടെ കൊടുത്തോ, എന്ത് വിറ്റോ, അല്ലെങ്കിൽ എന്ത് ചെയ്തോ, എങ്ങനെയെങ്കിലും അവരാണ് വീട്ടേണ്ടത്. ഈ പാവപ്പെട്ട മനുഷ്യന്റെ തലയിൽ കടങ്ങളൊക്കെ കെട്ടിവെക്കാതിരിക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും ആ പാവപ്പെട്ട മനുഷ്യനെ ചെന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതാണ് വേണ്ടത്. കാരണം അയാൾ 24-25 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട്, ഒന്നും അറിയാതെ കഷ്ടപ്പെട്ട് ഉള്ള പൈസയെല്ലാം നാട്ടിൽ അയച്ചു കൊടുത്ത്, നമുക്കറിയാം എത്ര വർഷം നിന്നാലാണ് കുറച്ച് സേവിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അത് നടക്കത്തില്ല. അന്ന് പോയിട്ട് തുച്ഛമായിട്ടുള്ള ശമ്പളത്തിൽ ജോലി ചെയ്തിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്ര വർഷം നിന്നിട്ടാണ് തുച്ഛമായിട്ടുള്ള സേവിങ്സ് ഉണ്ടാക്കി നാട്ടിലൊരു കൂര കെട്ടിപ്പൊക്കുന്നതെന്ന് അന്ന് നിന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇന്ന് എത്ര കിട്ടിയാലും നമ്മളെ സേവിങ്സ് ആയിട്ട് നമ്മളെ കൈ കാണത്തില്ല. ആ ഒരു സാഹചര്യമാണ് ഇന്ന്. അപ്പം അന്നത്തെ വിയർപ്പിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു വില തന്നെയാണ്. കഷ്ടപ്പാടിന്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വില തന്നെയാണ്. ഈ പറഞ്ഞ പോലെ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. ജോലി മാത്രം ചെയ്ത് റൂമിൽ വന്ന് ഈ പറയുന്ന പോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ജോലി റൂമായിട്ട് പോകുന്നൊരു കാലമാണ്. ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ റിലാക്സ് ചെയ്യാൻ മൊബൈലും കാര്യങ്ങളുണ്ട്, പുറത്തു പോകാൻ സൗകര്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്രയും കഷ്ടപ്പാടിൽ നിന്നൊരു മനുഷ്യൻ ഇപ്പം സീറോ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളിക്ക് ചെയ്യുക. പുള്ളിക്ക് എന്തെങ്കിലും ഒരു 10, 50, 100 നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അയച്ചു കൊടുക്കുക. ഗൂഗിൾ പേ ആയിട്ട് അയച്ചു കൊടുക്കുക, നമ്പറുണ്ട്. ഞാൻ പറഞ്ഞു, പക്ഷെ അത് യാതൊരു സത്യവുമില്ല. ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു ഇതിലൊക്കെ വാർത്തകൾ വന്നിരുന്നു, ചാനലുകളിലൊക്കെ. അപ്പം കണ്ടിരുന്നോ നേരിട്ട്? ഇല്ല, ഞാൻ നേരിട്ട് മെയിനായിട്ടുള്ളത് സമയം എടുക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു ഒരുപാട് സമയം എടുക്കും. കാരണം ആരോഗ്യപരമായ ബുദ്ധിമുട്ടില്ലെങ്കിലും മാനസികപരമായി വളരെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മെന്റലി പ്രശ്നമാണ് ഇപ്പൊ മെയിനായിട്ടുള്ളത്. ഇക്ക പിന്നെ മകനെ കണ്ടു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതിലൊക്കെ വാർത്തകൾ വന്നിരുന്നു, ചാനലുകളിലൊക്കെ. അപ്പം കണ്ടിരുന്നോ നേരിട്ട്? ഇല്ല, ഞാൻ നേരിട്ട് അവനെ കണ്ടിട്ട് ഞാൻ കണ്ടത് മാധ്യമങ്ങളെ ഞാൻ പറഞ്ഞു, പക്ഷെ അത് യാതൊരു സത്യവുമില്ല. ഞാൻ യാദൃച്ഛികമായിട്ട് വെഞ്ഞാറമൂട്ടിൽ വെച്ചൊന്ന് കണ്ടു. എല്ലാം നേരിട്ട് നിങ്ങൾ കാണുക സംസാരിക്കുകയൊന്നും സംസാരിച്ചിട്ടില്ല, യാദൃച്ഛികമായി കണ്ടിട്ടേ. വെഞ്ഞാറമൂട് വെച്ച് കാണാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ ടൗണിൽ ഞങ്ങൾ താഴോട്ട് പോകുമ്പോൾ അവനിങ്ങനെ എന്റെ വീട്ടിൽ കൊണ്ട് മടിയെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ ഒരു കാഴ്ചയുള്ളൂ. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് പറഞ്ഞാൽ അഫാനും വാപ്പയുമായി സംസാരിച്ചു, അഫാൻ വാപ്പയോട് പലതും തുറന്നു വെളിപ്പെടുത്തി കുറ്റസമ്മതം നടത്തിയെന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. വാർത്താ മാധ്യമങ്ങൾ കൂടി വെച്ചിരിക്കണം. അങ്ങനെയൊക്കെ കുറെ വാർത്തകൾ ഞാനും കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ അഫാനും അഫാന്റെ പിതാവും നേർക്കുനേർ ഫേസ് ടു ഫേസ് ഒക്കെ കുറെ സംസാരിക്കുകയും മനസ്സ് തുറന്ന് അഫാൻ പിതാവിനോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാർത്തകൾ ഞാനും കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ കള്ള വാർത്തയാണെന്ന് ഇപ്പം അഫാന്റെ ഫാദർ റഹീമിന്റെ വായിൽ തന്നെ വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ മോശമായി പോയി ആ കാണിച്ചേക്ക്. കാരണം അതൊക്കെ കാണുമ്പോഴത്തേക്ക് മാനസികമായിട്ട് തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈഫിനെ പുള്ളിക്ക് കിട്ടാതെ പോയി. നല്ലൊരു പെണ്ണും പിള്ളയെ പുള്ളിക്ക് കിട്ടാതെ പോയി. നല്ലൊരു പെണ്ണും പിള്ളയായിരുന്നെങ്കിൽ ഇങ്ങനെ പുള്ളിക്ക് ഒരു അവസ്ഥ ഇങ്ങനെ വരത്തില്ലായിരുന്നു. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അതെല്ലാം ഈ പറയുന്ന പെണ്ണുമ്പിള്ളയ്ക്കും റഹീമിന്റെ പെണ്ണുമ്പിള്ളയ്ക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ മക്കളൊക്കെ വലുതായി, മക്കളൊക്കെ വളർന്നു വന്നപ്പോഴത്തേക്ക് മക്കൾക്കൊത്ത് തുള്ളാനൊക്കെ തുടങ്ങി. അങ്ങനെ അവർക്കൊത്ത് തുള്ളിയതാണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കാൻ മെയിൻ കാരണം. അപ്പം സ്വന്തം കെട്ടിയവനുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ച് അതേ വഴി പോവുകയാണെങ്കിൽ, കെട്ടിയവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കെട്ടിയവൻ പറയുന്നതൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. ആർഭാടമായിട്ടുള്ള ജീവിതം, ഇതൊക്കെയാണ് ഇവരെ ഇതിലോട്ട് നയിച്ചത് തന്നെ. ഈ പറയുന്ന പോലെ ഓൺലൈൻ ഗെയിമിന് അഡിക്റ്റ് ആയി അവിടെയും കുറെ പൈസ കൊണ്ട് കളഞ്ഞ് 3 നേരം ഈ പറയുന്ന പോലെ കടയിൽ നിന്ന് ചിക്കനും പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമെന്നൊക്കെയാണ് പോലീസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ തള്ളയും മോനും കൂടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയൊക്കെ ഡെയിലി തിന്ന് കടങ്ങളൊക്കെ വലിച്ചു കയറ്റി ആ പാവം മനുഷ്യനൊന്നും അറിയാതെ അയാൾ അവിടെ കടന്നിട്ട് കുബൂസും പച്ച കുബൂസും ഈ പറയുന്നുള്ള സാധനങ്ങളൊക്കെ കഴിച്ചാണ് അയാൾ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്. നോക്കിക്കോണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഫാദറിന്റെ പൈസ നമ്മൾ ഇവിടെ ചെലവഴിക്കും. നമ്മൾ അവിടെ എവിടെ പോയി കിഴിമന്തി ചൈമന്തി എന്നൊക്കെ പറഞ്ഞ് മേടിച്ചങ്ങോട്ട് ഞണ്ണീറ്റങ്ങോട്ട് പറയുമല്ലോ, ആത്മാർത്ഥമായിട്ട് പറയുമല്ലോ.
ഇന്ന് കുഴിമന്തി കഴിച്ചെന്നും ഇന്ന് ഷവായി കഴിച്ചെന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അവിടെ കിടന്ന് നമുക്ക് പൈസ അയച്ചെന്ന മനുഷ്യൻ അവിടെ കിടന്ന് ഈ പറയുന്നുള്ള റൊട്ടിയും കുബൂസും കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അയാളെ മനസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഈ പൈസ കൊണ്ട് കഴിക്കുന്നുണ്ടല്ലോ, എൻ്റെ മക്കൾ സന്തോഷിക്കട്ടെ, അങ്ങനെ ഒരു വിചാരത്തിലായിരിക്കും ആ മനുഷ്യൻ അവിടെ പച്ചക്കുബൂസ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഹീമിനും ഇവർക്ക് പുള്ളിയുടെ പെണ്ണുമ്പിള്ള ഷെമിയാന്ന് തോന്നി, മറന്നു വേറെ പേര്. അപ്പൊ അവർക്ക് ഈ അഫാന്റെ ഉമ്മ അവർ കൂടെ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. നാളെ ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഈ പറയുന്ന അഫാന്റെ ഫാദർ റഹീമിന്റെ കാലശേഷം നാളെ അവൻ ജയിലിൽ നിന്നൊക്കെ മോചിതനായിട്ട് ഇറങ്ങുന്ന സമയം കാലശേഷം ഇവര് ഈ കൊലപാതക തന്നെയാണ് ആ വീട്ടിൽ വന്ന് കയറി കിടന്ന് താമസം തുടങ്ങും. പിന്നെ അവർക്ക് അവരെ അവകാശങ്ങളിലേക്ക് അതങ്ങ് പോകും. പിന്നെ ഈ റഹീമിന്റെ കാലശേഷം അവരാണ് പിന്നെ ഈ പറയുന്നുള്ള അഫാന്റെ ഉമ്മായും അഫാനും കൂടെ ആയിരിക്കും പിന്നെ അതിന്റെ അവകാശങ്ങളും പറഞ്ഞു നടക്കുന്നത്, അവിടെ കയറി താമസിക്കുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാവാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒന്നിൽ പുള്ളിക്ക് പുറത്തെവിടെയെങ്കിലും ആരെങ്കിലും ഒരു ജോലി കൊടുക്കുക, ഗൾഫിലെങ്ങാണോ അവിടെ എവിടെയെങ്കിലും പോയി പുള്ളി ഇനിയുള്ള കാലങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ഒരു വാടക വീടെടുത്ത് താമസിക്കുക, എന്തെങ്കിലും നല്ലൊരു ജോലി നാട്ടിൽ ആരെങ്കിലും കൊടുക്കുക, അതും വാടക വീടെടുത്ത് താമസിച്ച് അതും കൊണ്ട് മുമ്പോട്ട് ജീവിച്ചു പോകാൻ ശ്രമിക്കുക. നാളെ ഒരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഗ്യാരണ്ടി കാണത്തില്ല. നാളെ ഈ ഇത്രയും പേരെ കൊന്ന കൊലപാതകി ഈ പറയുന്ന വീട്ടിൽ വന്ന് ഉറപ്പായിട്ട് താമസിച്ചിരിക്കും, ഉറപ്പാണ്. അതില് ഇവരെ കാലശേഷമോ അല്ലെങ്കിൽ അതൊക്കെ അവനിക്ക് തന്നെയാണ് പോകുന്നത്. ഒരുപാട് കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ഇല്ല അവന് മാപ്പ് കൊടുത്തു അങ്ങനെ ഒന്നും ഒരിക്കലും മാപ്പ് കൊടുത്താൽ ഞാൻ കണ്ടു എന്നുള്ള യാതൊരു സ്റ്റേഷനെ കുറിച്ചും എല്ലാവരെ കുറിച്ചും ആവശ്യമില്ലാത്ത കുറെ കഥകൾ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അതിന് യാതൊരു സത്യവുമില്ല. നിങ്ങൾ എല്ലാ പ്രേക്ഷകരും അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത് അങ്ങനെ സത്യമേ ഇല്ല. ഞാൻ കണ്ടു എന്നുള്ള യാദൃച്ഛമായി കണ്ടു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അവന് വേണ്ടി സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവന് മാപ്പ് കൊടുത്തു അങ്ങനെ ഒന്നും ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവുമല്ല ഞാൻ. ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്തിട്ട് എൻ്റെ 5 പേരെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് മാപ്പ് കൊടുക്കാൻ ഞാൻ ഒരിക്കലും അറിയാനുമില്ല, മാപ്പ് കൊടുക്കത്തുമില്ല. എൻ്റെ ജീവിതകാലം എങ്ങനെയെങ്കിലും ശിഷ്ടകാലം ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്, ഈ അവനോട് മരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവനെ ഞാൻ കാണുകയോ അവന് പൊരുത്തപ്പെട്ട് കൊടുക്കുകയോ ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല. രണ്ടും ഞാൻ മരണപ്പെട്ട് തന്നെ കണക്കാക്കുന്നത്. എനിക്ക് 2 മക്കൾ ഒരുപോലെയാണ്, എന്നാലും കുറച്ചുകൂടെ എൻ്റെ വാത്സല്യമുള്ള കൊച്ചുമോനെ. ഇതാണ് ഫാദർ, ഇതാവണം ഫാദർ. ഈ പറഞ്ഞതിനൊരു ബിഗ് സല്യൂട്ട്. കാരണം വേറെ ഒന്നുമല്ല, പുള്ളി പറഞ്ഞിട്ടില്ല ആ സമയത്ത്. ശരിയാണ്, കുറെ ഓൺലൈൻ ചാനലുകളൊക്കെ പറയുന്നുണ്ട് അഫാന് പിതാവ് പുറത്തു കൊടുത്തുന്നോ, പൊരുത്തപ്പെട്ട് കൊടുത്തുന്നോ, മാപ്പ് കൊടുത്തുന്നോ, കോപ്പ് കൊടുത്തുന്നോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ അവനിക്ക് എൻ്റെ മരണം വരെ ഞാൻ അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കത്തില്ല, അവനിക്ക് മാപ്പ് കൊടുക്കത്തില്ല എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വേണം, അങ്ങനെയാണ് പറയേണ്ടത്. അതാണ് ഒരു ഫാദർ എന്ന ഒരു നമ്മളെ ഒരു ഫാദറിന്റെ വാല്യൂ ആണ് അവിടെ മനസ്സിലാവുന്നത്. സ്വന്തം ഇളയ മകനെ ഉൾപ്പെടെ കുടുംബത്തെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച മകന് മാപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, മാപ്പ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ലെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അവനെ ഇനി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനെ വേണം ഫാദർ. നേരെ മറിച്ച് അവിടെ ഇതെല്ലാം കൂട്ടുനിന്ന് ഇതിനെല്ലാം ഇത്രയും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് അഫാന്റെ മദർ, അഫാന്റെ ഉമ്മ ഷെമി എന്താണ് പറഞ്ഞ മാധ്യമങ്ങളോട്, എൻ്റെ മകനെ ഇറക്കാൻ സഹായിക്കാവോ എന്നാണ് ചാനലുകാരോട്, 24 ന്യൂസ് ചാനൽ ശ്രീകണ്ഠൻ നായരോട് റിക്വസ്റ്റ് ചെയ്തത്. നോക്കണം, ഇപ്പം റഹീമും അവരും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. അവര് വീണ്ടും മകനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കാനാണ് നോക്കുന്നത്. സേഫ് ആക്കാനും അവർ ഇന്ന് വരെ ഒരു വാക്ക് എൻ്റെ മകൻ എന്നല്ലാതെ വേറൊരു വാക്ക് വിളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇദ്ദേഹം സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അങ്ങനെ വേണം. കുറച്ചുകൂടെ എൻ്റെ വാത്സല്യമുള്ള കൊച്ചുമോനായിരുന്നു. അവൻ തന്നെ വളർത്തി, അവൻ തന്നെ അവനെ കൊല്ലുകയും ചെയ്തു. എൻ്റെ ഒരു കുറവ് അറിയിക്കാൻ വളർത്തിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇത്രയും വലിയൊരു കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് 2 മക്കളും മരണപ്പെട്ടായിട്ടാണ് ഞാൻ ഇപ്പൊ കണക്കാക്കി ജീവിക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലും റഹീമൊക്കെ തകർന്നു നിൽക്കുകയാണ്. ഈ ഒരു ഒറ്റപ്പെടലിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഇളയ മകനെ പറ്റി പറയുമ്പം അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടുവാണ്. കാരണം ഹൃദയം പൊട്ടി ആ ഒരു വിങ്ങല് നമുക്ക് അയാളെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണുകൾ, ആ ഇളയ മകനെ പറ്റി പറയുമ്പോഴത്തേക്ക് കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞു പോവാണ്. കാരണം അത്രമാത്രം, കാരണം ഈ ഇത്രയും വർഷം ഗൾഫിൽ നിന്നിട്ട് പുള്ളി പോലും അവനെ നല്ലതുപോലെ കണ്ടിട്ടില്ല, ആ ഇളയ ചെറുക്കനെ. അപ്പം ഈ അഫാനാണ് അവനെ വളർത്തിയതും കൂടെ കൊണ്ട് നടന്നതും അവനെ വളർത്തിയെന്നാണ് പുള്ളി പറയുന്നത്. ഈ പറയുന്ന പോലെ ഈ വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി എടുത്ത് വളർത്തിയും
ലാളിച്ച് കൊഞ്ചിച്ച് അവനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ മേടിച്ചു കൊടുത്ത് ബൈക്കിന്റെ പുറകിലിരുത്തി യാത്രകൾ ചെയ്ത് അങ്ങനെ കൊണ്ടുനടന്ന അവൻ തന്നെ വളർത്തിയ കൈകൊണ്ട് തന്നെ അവൻ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആ ഒരു നീച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. അവനിക്ക് ഒരിക്കലും ആ ഒരു പിതാവിന് മാപ്പ് കൊടുക്കാൻ സാധിക്കത്തില്ല. മാപ്പ് കൊടുക്കാൻ സാധിക്കത്തില്ല. പുള്ളിയുടെ മരണം വരെ അവൻ മാപ്പ് അർഹിക്കുന്നില്ല. ഈ പുള്ളി കൊടുത്താൽ തന്നെ അവൻ മാപ്പെന്ന് പറഞ്ഞൊരു സാധനം അർഹിക്കുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇവനെ പോലത്തെ ഉള്ള ജന്മങ്ങളുണ്ടല്ലോ, ഇവനെ പോലത്തെ ഉള്ളവനെയൊക്കെ ഞാൻ എപ്പോഴും പറയുന്നല്ലോ GCC കൺട്രിയിലൊക്കെ ഉള്ള നിയമം പോലെ അതുപോലുള്ള നിയമങ്ങളാണ് ഇങ്ങനെ അക്രമങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവന് നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ട ശിക്ഷകൾ. എൻ്റെ 2 മക്കളും മരണപ്പെട്ടു. ഇനി എനിക്കൊരു മക്കളില്ല, എനിക്കൊരു മോനില്ല. എൻ്റെ 2 മക്കളും മരണപ്പെട്ടു. കാരണം ഇതേ സ്ഥാനത്ത് ആ ഷെമി എന്താണ് പറഞ്ഞത്? ഇതേ സ്ഥാനത്ത് ആ ഷെമി ഇളയ മകനെ പറ്റി അന്വേഷിക്കുകയോ അവനെ പറ്റിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് ആ കണ്ണീന്ന് വരികയോ ഒന്നുമല്ല. ആ സമയത്ത് പോലും ഈ അഫാൻ എന്ന ഈ അവനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അവൻ ആ നാറിയെ ഇറക്കാനെ കൊണ്ടും അവനെ സേഫാക്കാനെ കൊണ്ടും അവനെ സംരക്ഷിക്കാനുമാണ് ഈ ഷെമി എന്ന ഈ സ്ത്രീ ആ സമയത്തും സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇളയ മകനെ പറ്റിയിട്ടൊരു വാക്കോ ഒരു കണ്ണുനീര് പോലും ആ കണ്ണീന്ന് വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യണം. ജസ്റ്റ് ഞാനൊന്നും കണ്ടിട്ടില്ല. ഇളയ മകനെ പറ്റിയിട്ടൊന്നും പറയുന്നത് ഇപ്പോഴാണ്. ഈ അടുത്ത ഇതെല്ലാം കഴിഞ്ഞ് വീട് വെച്ചു കൊടുക്കാമെന്നും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇളയ മകനെയൊക്കെ പറ്റി എൻ്റെ ഇളയ മകനെ കൊന്നവനെ എൻ്റെ ഇളയ മകനെ കൊന്ന അപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇളയ മകനെ കൊന്ന മകനെ എനിക്ക് വേണ്ടെന്ന് ഇപ്പം നോക്കിക്കോണം. അപ്പം എന്തായാലും ഇതാണ് അഫാന്റെ ഫാദറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം പുള്ളി എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക. അതുപോലെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലുള്ള ഈ വീഡിയോയും ആ വീഡിയോയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് വേറുള്ള ആൾക്കാർക്ക് കൊടുക്കുക. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കട്ടെ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ ഞാൻ ലൈക്ക് ചെയ്യാനും പറയുന്നില്ല, ഡിസ്ലൈക്ക് ചെയ്യാനും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതിങ്ങനെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ലൈക്കിനും പറയുന്നില്ല, സപ്പോർട്ടിനും പറയുന്നില്ല, പക്ഷേ സബ്സ്ക്രൈബിനും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ വീഡിയോ കണ്ടിട്ടാലും ആ വീഡിയോ കണ്ടിട്ടാലും സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പുള്ളി റഹീമിനെ ഒന്ന് സഹായിക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നവരെ